ഇന്ന് മാർച്ച് 30 ലോക പ്രശസ്ത ഡച്ച് പെയിൻറ്ററായിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ജന്മദിനം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ലോകം ബൈപോളർ ഡേ ആചരിക്കുന്ന ദിവസം കൂടിയാണ് ഈ ദിവസം. അപ്പോൾ നമുക്ക് എന്താണ് ബൈപോളർ ഡിസോർഡർ എന്നുള്ളതും ആ ബൈപോളർ ഡിസോർഡറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ആശങ്കകളും മിത്തുകളും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വെസ്റ്റേൺ ആർട്ടിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിൽ ഒരാളാണ് വാൻ ഗോഗ് എന്നുള്ളത്. ഡച്ച് പെയിൻറ്ററായിട്ടുള്ള അദ്ദേഹത്തിന് പോസ്റ്റ്മസ്ലി ബൈപോളർ ഡിസോർഡർ സ്ഥിരീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയും ബൈപോളർ ഡിസോർഡറിനെ കുറിച്ച് ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയുമൊക്കെയാണ് ലോക ബൈപോളർ ദിനം ആചരിച്ചു പോരുന്നത്. എന്താണ് ബൈപോളർ ഡിസോർഡർ എന്നുള്ളത് നമ്മൾ പറയുമെന്ന് പറഞ്ഞു അല്ലേ. ബേസിക്കലി പറയുകയാണെങ്കിൽ ബൈപോളർ ഡിസോർഡർ നമ്മൾ സൈക്കോളജിയുടെ സ്പെക്ട്രം വെച്ച് നോക്കുമ്പോൾ മൂഡ് ഡിസോർഡേഴ്സിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. ബൈപോളർ ഡിസോർഡറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. മൂഡ് ഫ്ലക്ച്വേഷൻസ് ആണ് ബൈപോളർ ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസിൽ ഒന്ന് എന്നുള്ളത്. എന്ന് കരുതി നമ്മൾ ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ബൈപോളർ ഡിസോർഡറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂഡ് ഓരോ സെക്കൻഡിലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അതായത് നമ്മളൊരു ബൾബിൻ്റെ സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ആക്കുന്നത് പോലെ അവരുടെ മൂഡുകൾ മാറിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ബൈപോളർ ഡിസോർഡർ ഉള്ള എല്ലാ ആളുകളിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ അവർ ഒരേ മൂഡിൽ, അതായത് ബൈപോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് പോളുകൾ എന്നാണ്. അതായത് ബൈപോളർ ഡിസോർഡറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനിക് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടാവും, ഡിപ്രസീവ് ആയിട്ടുള്ള എപ്പിസോഡുകൾ ഉണ്ടാവും. അതിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരാം. അപ്പം നമ്മളുടെ ആ ഒരു ധാരണ തെറ്റാണെന്ന് ഞാൻ ജസ്റ്റ് പറയുകയാണ് ആദ്യം തന്നെ. കാരണം ബൈപോളർ ഡിസോർഡറുള്ള എല്ലാ ആളുകൾക്കും അങ്ങനെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ വിതിൻ സ്പ്ലിറ്റ് സെക്കൻഡ്സ് അവസ്ഥകൾ, മാനസികാവസ്ഥകൾ, വൈകാരിക തലങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബൈപോളർ ഡിസോർഡറിൽ മാനിക് എപ്പിസോഡുകളും അതുപോലെ തന്നെ ഡിപ്രസീവ് എപ്പിസോഡുകളും എന്ന് നോക്കാം. മാനിക് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഫോറിക് എപ്പിസോഡുകൾ എന്നാണ് പറയുക. ഓക്കെ, മൂഡ് എപ്പിസോഡുകളിൽ മാനിക് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉന്മാദപരമായിട്ടുള്ള, അതായത് ഹൈലി എനർജറ്റിക് എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും എക്സ്ട്രീംലി ഒരു എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് മാനിക് എപ്പിസോഡ് എന്ന് പറയുന്നത്. എന്ന് കരുതി മാനിക് എപ്പിസോഡുള്ള ആ സമയത്ത്, അല്ലെങ്കിൽ മാനിക് എപ്പിസോഡിലൂടെ ഒരു വ്യക്തി കടന്നു പോകുന്ന സമയത്ത് അയാൾ ഭയങ്കര സന്തോഷവാനും അയാൾ ഭയങ്കര ഹാപ്പിയുമാണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിദ്ധരിക്കാനും പാടില്ല. വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം അത് അവർക്ക് തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് മാനിക് എപ്പിസോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് ഭയങ്കര യൂഫോറിക് ആയിട്ട് അല്ലെങ്കിൽ ഉന്മാദപരമായിട്ടുള്ള പെരുമാറ്റം എന്നുള്ളതാണ്. ഉറക്കമുണ്ടാവില്ല, അവർ എന്തിലാണോ ഇൻവോൾവ് ആവുന്നത് അതിൽ കംപ്ലീറ്റ്ലി എനർജറ്റിക് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും. അങ്ങനെ കുറേ സിംറ്റംസ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഡിപ്രസീവ് എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അത്രയും നേരം തീരെ ഉറക്കമില്ലാത്ത ആൾ പെട്ടെന്ന് ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് പിന്നെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണ്. ദേ വാണ്ട് ടു ടേക്ക് റെസ്റ്റ് ഓൾ ദ ഡേ, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസീവായിട്ട് തോന്നുകയാണ്, ഭയങ്കര സാഡായിട്ട് കാണപ്പെടുകയാണ്. അതൊക്കെയാണ് ആ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ടും ബൈപോളർ എന്ന് പറയുന്ന അവസ്ഥയിലുള്ളത്. ഓക്കെ, യൂണിപോളർ മൂഡ് ഡിസോർഡേഴ്സിൽ നമ്മൾ ഡിപ്രഷനെ മാത്രം പറയുമ്പോൾ ബൈപോളറിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, മാനിക് എപ്പിസോഡുകളും ഡിപ്രസീവ് എപ്പിസോഡുകളും കൂടി വായിക്കേണ്ടതായിട്ടുണ്ട്. ബൈപോളർ ഡിസോർഡർ എന്നുള്ളത് ഒരു സിംഗിൾ അവസ്ഥയല്ല, ആക്ച്വലി അതൊരു അംബ്രല്ല ടേമാണ്. അതിൻ്റെ അണ്ടറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ആയിട്ടുള്ള അവസ്ഥകളുണ്ട്. ഓക്കെ, ബൈപോളർ 1 ഡിസോർഡർ ഉണ്ട്, ബൈപോളർ 2 ഡിസോർഡറുകളുണ്ട്, സൈക്ലോതൈമിക് ഡിസോർഡർ ഉണ്ട്, അതുപോലെ തന്നെ റാപ്പിഡ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഈ ബൈപോളറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബൈപോളർ 1ഉം 2ഉം തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് മാത്രം പറയാം ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിങ്. ബൈപോളർ 1 ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപോളർ 2വിനേക്കാൾ ഭയങ്കര ഹൈ ആയിട്ടുള്ള എപ്പിസോഡ്സ് ഓഫ് മാനിയ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതാണ്. അവിടെ ഡിപ്രസീവ് എപ്പിസോഡുകൾ 1ൽ ഉണ്ടെങ്കിൽ പോലും ദാറ്റ് ഈസ് നോട്ട് ആസ് ഫ്രീക്വൻറ്റ് ആസ് 2 എന്നുള്ളതാണ്. ബൈപോളർ 2ലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാനിക് എപ്പിസോഡുകൾ ഉണ്ടാവും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആസ് ഹൈ ആസ് ഇൻ ദ 1. അതായത് ബൈപോളർ 1ലുള്ള അത്ര എക്സ്ട്രീം ആയിരിക്കില്ല എന്നുള്ളതാണ് അതിലൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ബൈപോളർ 2 ഡിസോർഡറിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഡിപ്രസീവ് സ്റ്റേറ്റ്സ് ഓൾസോ. ഓക്കെ, അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ സൈക്ലോതൈമിക്കിലേക്ക് വരുമ്പോൾ അത് സീസൺ ബേസ്ഡ് ആയിട്ട്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 2 years ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സൈക്ലോതൈമിയയിലേക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എനിവേ അതൊക്കെയാണ് അതിൻ്റെ സബ് ആയിട്ടുള്ള അവസ്ഥകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ബൈപോളർ ഡിസോർഡർ എന്നുള്ളത് ഒരു അംബ്രല്ല ടേമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, എനിവേ
നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളെ ഒന്ന് അഡ്രസ്സ് ചെയ്യാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം, എല്ലാ മൂഡ് സ്വിങ്സും ബൈപോളർ ഡിസോർഡർ അല്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ എന്താണ് പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്ത്, അതായത് പെട്ടെന്ന് ഒരു സാധനം വേണമെന്ന് പറയുന്നു, പിന്നെ വേണ്ടാന്ന് പറയുന്നു, ഇഷ്ടമുള്ള ഒരു സാധനത്തിനോട് ഇഷ്ടമില്ല എന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിനക്ക് ബൈപോളർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ്, മൂഡിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒരു പക്ഷേ നോർമൽ ആവാം. ഇറ്റ് ക്യാൻ ബി നോർമൽ ഓൾസോ. ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ആളുകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാ മൂഡ് സ്വിങ്സും ബൈപോളർ ഡിസോർഡർ ആണെന്ന് ദയവായി ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു മിത്താണ് ബൈപോളർ ഡിസോർഡറുള്ള ആളുകൾ എപ്പോഴും ഭയങ്കര വയലൻ്റ് ആയിരിക്കും എന്നുള്ളൊരു മിത്ത്. ഒരിക്കലും അല്ല. അവരൊരിക്കലും എല്ലാ സമയത്തും വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ബട്ട് ചില സമയങ്ങളിൽ എക്സ്ട്രീം ഹൈ ആയിട്ട് അല്ലെങ്കിൽ ഡെലൂഷൻസോ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അവർ വയലൻ്റ് ആവാം എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഒരിക്കലും എല്ലാ സമയത്തും ബൈപോളർ ഡിസോർഡറുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു മിത്താണ് ഡ്രഗ് അബ്യൂസ് കോസസ് ബൈപോളർ എന്നുള്ളത്. അത് എപ്പോഴും ശരിയാവണമെന്നില്ല. ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് അത്ര ഒരു ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും റിസർച്ച് പ്രൂവൺ ആയിട്ടുള്ള ഒരു കോസ് ഓഫ് ബൈപോളർ ഡിസോർഡർ അല്ല. ബൈപോളർ ഡിസോർഡറിൻ്റെ കോസ് പറയുന്ന സമയത്ത് അതിൽ ഒന്നാമതായിട്ട് മെയിൻ ആയിട്ട് പറയപ്പെടുന്നത് ജനറ്റിക്സ് ആണ്. അതായത് നമ്മളെ ഫാമിലിയിൽ മുന്നേ ആർക്കെങ്കിലും ബൈപോളർ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ജനറേഷന് അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ അത് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുമെന്നുള്ളത്. പിന്നെ രണ്ടാമത്തത് പീരീഡ് ഓഫ് ഹൈ ലെവൽ സ്ട്രെസ്സാണ്. അതായത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, അതായത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുക, അതിൽ നിന്ന് ആ ഒരു ഗ്രീവൻസ് പീരീഡ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ടൊക്കെ നമുക്ക് ബൈപോളർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഡ്രഗ് അബ്യൂസ് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റീസൺ അല്ല. ബട്ട് ഇറ്റ് കുഡ് ബി, ഞാൻ പറയുന്നത് ഇറ്റ് കുഡ് ബി എന്നാണ്, എ റീസൺ എന്നുള്ള രീതിയിൽ പല റിസർച്ചുകളും വന്നിട്ടുണ്ട്. ബട്ട് വി സ്റ്റിൽ നീഡ് മോർ റിസർച്ചേഴ്സ് ആൻഡ് സ്റ്റഡീസ് ടു ഫൈനലൈസ് ദാറ്റ് ആസ്പെക്ട്. ഓക്കെ, ഇനി നമുക്ക് ബൈപോളറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, തീർച്ചയായിട്ടും ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റുക എന്നുള്ളത് അറ്റ് ദ മൊമെൻറ്റ് സാധ്യമല്ല. അതിൻ്റെ സിംറ്റംസ് മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് സൈക്കോ ഫാർമക്കോതെറാപ്പി എന്നുള്ളത്. സൈക്കോ ഫാർമക്കോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോതെറാപ്പി പ്ലസ് മെഡിസിൻസ് ആണ്. ഓക്കെ, അതായത് സൈക്കാട്രിക് മെഡിസിൻസിൻ്റെയും സൈക്കോതെറാപ്പിയുടെയും ഒരു കോമ്പിനേഷനിലൂടെ നമുക്ക് ബൈപോളർ ഡിസോർഡറുള്ള ആളുകളുടെ ജീവിതം ബെറ്റർ ആക്കാം, അവരുടെ വെൽബീയിങ്ങിനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. ബൈപോളർ ഡിസോർഡറിൻ്റെ പ്രീവാലൻസ് ലോകത്തിലെ പോപ്പുലേഷൻ്റെ ഏകദേശം 2.5% ഉണ്ടെന്നിരിക്കെ നിങ്ങളെ ചുറ്റിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. അവരെയൊക്കെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.